അയൽവാസികളെല്ലാം ഇവരുടെ വീട്ടിലേക്കാണ് ഓടിക്കുക. കാരണം അന്നേരം ആ സമയത്ത് ഈ വീട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവിടെ അപ്പോഴും അവരുടെ കാറും പട്ടിക്കൂടും എല്ലാം അവിടെ സേഫായിട്ടുണ്ട്. നീതുവിൻ്റെ വിവാഹവും ഈ പള്ളിയിൽ വെച്ചായിരുന്നു 10 വർഷങ്ങൾക്ക് മുൻപ്. അവരടക്കം ഇവിടെ തന്നെയാണ്. ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും നീതു വളരെ ആക്റ്റീവാണ്. നീതു ഒരു താരം തന്നെയായിരുന്നു. ഞങ്ങളുടെ എല്ലാം ഉള്ളു തകർക്കുന്ന ഒരു ഉരുൾപൊട്ടലായിരുന്നു. ആ ഒരു ദുരന്ത വാർത്ത പലരെയും അറിയിച്ചത് നീതുവാണ്. അപ്പോൾ ഏതായാലും നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് യാതൊരു വഴിയുമില്ല. ഒരു 3:45 പിന്നെ നീതുവിനെ നമുക്ക് കിട്ടാണ്ട് വന്നത്. അതിലായിരിക്കണം, ആ അവസരത്തിലായിരിക്കും പെട്ടുപോയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലാണ്. ഇവിടെയാണ് ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട നീതു അടക്കമുള്ള ചിലരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള പള്ളി വികാരി ജിബിൻ വട്ടക്കുളം അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. നീതുവിനെ പറ്റിയും അന്നത്തെ ആ കറുത്ത ദിവസത്തെ പറ്റിയും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. നീതുവിനെ വ്യക്തിപരമായി അറിയാവോ അച്ഛന്? തീർച്ചയായിട്ടും അറിയാം. ഞാനിവിടെ 1 വർഷമായിട്ട് ഇവിടെ വികാരിയച്ഛനായിട്ട് സേവനം ചെയ്യുകയാണ്. ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും നീതു വളരെ ആക്റ്റീവാണ്. എപ്പോഴും ഒരു വൈബ്രൻ്റാണ് നീതു. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് നീതുവിനെ കാണുമ്പോഴും. അല്ലെങ്കിൽ എന്ത് കാര്യം പറഞ്ഞാലും അത് ഏറ്റെടുത്ത് നടത്താനുള്ളൊരു കഴിവും പ്രാപ്തിയുമെല്ലാം നീതുവിനുണ്ടായിരുന്നു. അത് ഈ ഇടവകയിൽ എനിക്ക് മാത്രമല്ല, ഇടവകക്കാർക്കെല്ലാം, ചൂരമലക്കാർക്ക്, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ എല്ലാം നീതു ഒരു താരം തന്നെയായിരുന്നു. ഇപ്പോഴാണ് പുതിയൊരു പ്രൊമോഷനൊക്കെ കിട്ടി അവിടുത്തെ എക്സിക്യൂട്ടീവായിട്ട് മാറുകയും ഒക്കെ ചെയ്തത്. അവരുടെ 10ാം വിവാഹ വാർഷികത്തിൻ്റെ നാളുകളായിരുന്നു ജസ്റ്റ് കഴിഞ്ഞ വലിയൊരു വർഷം. അപ്പോൾ ആ ഒരു അവസരത്തിലൊക്കെ തന്നെയാണ് ആ ഒരു കുടുംബത്തിൽ നിന്നും നീതു തമ്പുരാൻ്റെ തിരുസന്നതിയിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു വലിയ ദുരന്തത്തിലൂടെ. ഈ ജൂലൈ 30 എന്ന് പറയുന്ന ആ പ്രഭാതം ഞങ്ങളുടെ എല്ലാം ഉള്ളു തകർക്കുന്ന ഒരു ഉരുൾപൊട്ടലായിരുന്നു. ആ ഒരു ദുരന്ത വാർത്ത പലരെയും അറിയിച്ചത് നീതുവാണ്. ആ ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഞാനും അറിഞ്ഞത് ജോജോ, നീതുവിൻ്റെ ഹസ്ബൻഡ്, എന്നെ വിളിച്ച് ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്താണ് എല്ലാവരും ഓടിക്കൂടുകയും ഈ ഒരു പ്രദേശമാകെ മാറ്റപ്പെടുത്തുവാനായിട്ട് ഈ ഒരു സംഭവം കാരണമായിട്ട് തീരുകയും ചെയ്തു. ഈ സംഭവം നടന്ന എപ്പോഴാണ് നീതുവിൻ്റെ ഹസ്ബൻഡ് അച്ഛനെ വിളിച്ചത്? എന്നെ വിളിച്ചത് 2 മണി സമയത്താണ് വിളിച്ചത്. പക്ഷേ അന്നേരം എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, മറ്റു കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു 2:30 സമയത്ത് ഞാൻ വീണ്ടും വിളിച്ചു, ജോജോയുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ സേഫാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്, പക്ഷേ വലിയൊരു ദുരന്തമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ സേഫാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് യാതൊരു വഴിയുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാം ഒരു 3-3:30 സമയത്ത് ടൗണിലേക്ക് എത്തി. എല്ലാ സംവിധാനങ്ങളും, ഫയർ ആൻഡ് റെസ്ക്യൂ എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഞാനും പോയിരുന്നു. അപ്പോൾ ടൗണിലെത്തിയപ്പോഴേക്കും വീണ്ടും ഈ ഒച്ച കേട്ട് വീണ്ടും 2ാമത്തെ പൊട്ടൽ വരികയാണ്. അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോരുകയാണ് ചെയ്തത്. എല്ലാവരും പള്ളി വരെ ഓടുകയാണ് ചെയ്തത് രക്ഷപ്പെടാനായിട്ട്. ആ സമയത്ത് ഒരു 3:45 പിന്നെ നീതുവിനെ നമുക്ക് കിട്ടാണ്ട് വന്നത്. അതിലായിരിക്കണം, ആ അവസരത്തിലായിരിക്കും പെട്ടുപോയിരിക്കുന്നത്. ഈ 3:45 ആയപ്പോഴാണോ അച്ഛൻ നീതുവിൻ്റെ ഫോണിലോട്, അല്ല ഹസ്ബൻഡിൻ്റെ ഫോണിലോട് തിരിച്ച് വിളിച്ചിരുന്നു? അന്നേരത്തേക്ക് നമുക്ക് പിന്നെ ഫോൺ എൻഗേജ്ഡാണ്, പിന്നെ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ അറിയുന്നത് അവസാനം രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് അവരെവിടെ രക്ഷിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് നീതു മിസ്സായി, നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വാർത്ത അവരെ അറിയിക്കുന്നത്. ആ വീട് പൂർണ്ണമായും തന്നെ തകർന്ന നിലയിലാണ്. വീടിൻ്റെ ഭൂരിഭാഗം പോയിട്ടില്ല, കുറച്ച് ഭാഗം അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗം കുറച്ച് അവശേഷിക്കുന്നുണ്ട്. പക്ഷേ നീതു കടന്ന മുറി, ആ ബാക്ക് ഭാഗമൊക്കെയാണ് എടുത്തുകൊണ്ട് പോയത്. ഈ 40 പേരോളം ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പം ഈ നീതു ഉണ്ടായിരുന്ന സ്ഥലം, നീതു എവിടെയായിരുന്നു നിന്നിരുന്നത്? ഈ വീട്ടുകാർ, അയൽവാസികളെല്ലാം ഇവരുടെ വീട്ടിലേക്കാണ് ഓടിക്കുക. കാരണം അന്നേരം ആ സമയത്ത് ഈ വീട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയും പുറകിൽ കൂടിയും വെള്ളം ഒഴുകുന്നുണ്ട്. അവിടെ അപ്പോഴും അവരുടെ കാറും പട്ടിക്കൂടും എല്ലാം അവിടെ സേഫായിട്ടുണ്ട് ആദ്യത്തെ ഉരുൾപൊട്ടലിൽ. എന്നാൽ അതുകൊണ്ടാണ് അയൽവാസികളെല്ലാം അവരുടെ വീട്ടിലേക്ക് കയറി വന്നത്. ഈ അയൽവാസികളെല്ലാം കയറി വരുമ്പോൾ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റാത്തില്ല. അപ്പോൾ അവരെല്ലാവരും സ്വീകരിച്ചു. എല്ലാവരും വീടിനകത്താണ്. അപ്പോൾ വീട്ടിലെ മുറികളും ഹാളും എല്ലാം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ വ്യാപൃതരായിട്ട് അവിടെ ഇങ്ങനെ സേഫായിട്ട് കഴിയുമ്പോഴാണ് വീണ്ടും ഈ ദുരന്തം വന്നപ്പോൾ നീതു മാത്രമല്ല, അതിലുണ്ടായിരുന്ന 2-3 പേരും മരിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ തന്നെ. ഈ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു നീതു.
അപ്പം നീതു എന്ന് പറയുമ്പം അച്ഛൻ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? നീതു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത്, ഞാൻ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു മടി പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊരു ചെറിയൊരു ഇടവകയാണ്. അപ്പോൾ ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ അത് ആദ്യം മനസ്സിലേക്ക് വരുന്ന നീതുവിൻ്റെ ചിത്രമായിരിക്കും. അപ്പോൾ അവളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതങ്ങ് ക്രമീകരിച്ചുകൊള്ളും. നമുക്ക് എന്തെങ്കിലും ഒരു കറക്ഷൻ കൊടുക്കേണ്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാറ്റിലും എല്ലാവർക്കും എല്ലാമായിരുന്നു നീതു. അത്രയും ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ആ ഒരു പക്വതയോടെ ചെയ്യുമായിരുന്നു. ഒപ്പം കുട്ടികളുടെ ഇടയിൽ ഒരു അമ്മയായിട്ടും എല്ലാം നീതുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞാണല്ലേ നീതുവിനുള്ളത്? നീതുവിന് ഒരു കുട്ടിയാണുള്ളത്. ജൊഹാൻ ജൂഡ് എന്ന് പറയുന്ന 5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയാണ്. ഈ സംഭവത്തിന് ശേഷം അച്ഛൻ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു, നീതുവിൻ്റെ ഹസ്ബൻഡിനെ? ഞാനിപ്പോഴും നീതുവിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു. മരിച്ചടക്കിന് അവരെല്ലാവരും ഉണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു. ഇപ്പോഴും അവർ ആ ഒരു വേദനയിലും ദുഃഖത്തിലുമൊക്കെയാണ്. അവരിപ്പോഴും അതൊന്നും എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യം തന്നെയാണ്. ഇപ്പം അവരെവിടെ താമസിക്കുന്നതൊക്കെ? അവരെ വീട് മുഴുവനായും പോയല്ലോ. അവരുടെ വീട് പൂർണ്ണമായിട്ടും പോയി. ഇനി അവിടെ വാസയോഗ്യമല്ല. അവരിപ്പോൾ അവരുടെ കുടുംബക്കാരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. നീതുവിൻ്റെ വിവാഹവും ഈ പള്ളിയിൽ വെച്ചായിരുന്നു. 10 വർഷങ്ങൾക്ക് മുൻപ്. നീതുവിൻ്റെ കബറടക്കം ഇവിടെ തന്നെയാണ്. നീതുവിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് വാഴവറ്റയാണ്. അവിടെയും എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു നീതു. അവിടെ നിന്നാണ് ചൂരൽമല ഇടവകയിലേക്ക്, വരവുകാലാൽ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് കടന്നു വന്നത്. അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നതാണ് നീതു എത്രത്തോളമാണ് ഈ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നതെന്ന്.